ഇത് ഞാൻ മധുരക്കിഴങ്ങുണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോ, അത് സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ എന്താ കണ്ടോ, പൊട്ടറ്റോ മുറിച്ചാണ് ഞാൻ, വള്ളിയല്ല വെച്ചത്. കണ്ടോ പൊട്ടറ്റോ കാണുന്നുണ്ടോ? ഇതാ കാണിച്ചു തരാം. ഇതാ കണ്ടോ കിഴങ്ങുണ്ടോ, കണ്ടോ, കാണാമല്ലോ നിങ്ങൾക്ക്. കിഴങ്ങാണ് ഞാൻ മുറിച്ച് വെച്ച് കൊടുത്ത്, അതിൽ നിന്നാണ് ഇതാ ഇങ്ങനെ തൈ വന്ന്. ഇനി ഇത് വള്ളി ആയിക്കഴിഞ്ഞ ശേഷം വള്ളി മുറിച്ച് നമുക്ക് ആവശ്യത്തിന് ഓരോ ഗ്രോ ബാഗിനകത്ത് വയ്ക്കാൻ. ഇതും അത് തന്നെ കണ്ടോ, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ ആണേ. അപ്പോൾ അത് കിഴങ്ങ് തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തത്. ഒരു കിഴങ്ങിനെ രണ്ടായിട്ട് മുറിച്ച് 2 ഗ്രോ ബാഗിൽ വെച്ച് അത് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇത് തളർത്തിട്ട് നന്നായിട്ട് വള്ളി വന്ന ശേഷം വള്ളി മുറിച്ച് നമുക്കിഷ്ടമുള്ളിടത്തോട്ട് വെച്ച് കൊടുക്കാം. ഇവൻ ആരാന്നറിയാമോ, കഴിഞ്ഞ ദിവസം 2 ഇലയുള്ളായിരുന്നു ഇവൻ കേട്ടോ. ഇത് വയലറ്റ് കാന്താരിയാണ്. വയലറ്റ് കാന്താരി. അതാണ് 2 ഇല 15 രൂപ കൊടുത്ത് 2 ഇലയുള്ള ചെടി വാങ്ങിച്ചുകൊണ്ട് നട്ടതാണ്. അപ്പോൾ അതിന് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് കോട്ടക്കോണം വരിക്കയാണ്, ഞാൻ ചാക്കിനകത്താക്കി വെച്ചിരിക്കുക. ഇതിന് കുറച്ചുകൂടെ വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഇവനെ എന്ത് ചെയ്യാൻ, ടെറസിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇവിടെ ഞങ്ങൾക്ക് സ്പേസ് കുറവാണ്, അതുകൊണ്ട് കാറ് കിടക്കാനുള്ള സ്പേസേ ഉള്ളൂ. ആ ഉള്ള സ്പേസിൽ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുകൾ ഭാഗമാണ്. ഇത് പേര കണ്ട പൂ വിട്ടിട്ടുണ്ട്, കായ് വന്നിട്ടുണ്ട് പേരയ്ക്ക്. പേര ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. നമ്മൾ ഈ പറമ്പിലൊക്കെ ഒത്തിരി വലിയ വലിയ മരങ്ങളൊക്കെ കണ്ട് കിടന്നിട്ട് ഇവിടെ വരുമ്പം പേരയ്ക്കായും നെല്ലിക്കായും ലവലോലിക്കായും കശുമാവും ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി കൊണ്ട് നട്ടിരിക്കുന്നതാണ്. ഈ പേര കാണുമ്പോഴത്തേക്ക് പഴയ കാലങ്ങൾ ഓർമ്മ വരും, അങ്ങനെ കൊണ്ട് നട്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുട്ടപ്പൻ കിടപ്പുണ്ട്, കിടക്കുന്നുണ്ടോ ഷാഡോ? അവൻ കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ കിടക്കുകയുണ്ട്. ഇവന് സ്ഥിരം പരിപാടിയാണ്. ഇവനിങ്ങനെ ഈ 2 കമ്പിക്കിടയിലൂടെ ഇങ്ങനെ വെച്ച് കാലിങ്ങനെ വെളിയിലോട്ട് വെച്ച് 2 പാദവും ഇങ്ങനെ വെളിയിൽ വെച്ച് ഇങ്ങനെ കിടക്കലാണ്. എന്നിട്ട് ഇങ്ങനെ ആരും കാണത്തില്ല. ഇവൻ പിന്നെ കുരച്ചിറങ്ങുമ്പോഴായിരിക്കും കാണുന്നത് ഇവന്. ഉണ്ടോ, നല്ല ഭംഗിയില്ലേ ഇങ്ങനെ അവനെ കാണാൻ. ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണുമ്പോൾ നല്ല രസമല്ലേ, നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണ് അവൻ്റെ പരിപാടി. ഓക്കെ, ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ, ഇതാണ് നമ്മുടെ ഷാഡോയുടെ കൂടാണിത്. ഷാഡോയുടെ വീടാണ്. ഷാഡോയുടെ വീടാണ്. ആ വീടിന് ചുറ്റും ഞാൻ ഗാർഡനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഷാഡോയുടെ വീടാണ്. അപ്പോൾ ഷാഡോയുടെ വീട്ടിൽ ഗാർഡനിങ് ആക്കി ഞാൻ 4 സൈഡിലും ചെടി വെച്ച് കൊടുത്തെന്ന് വെച്ചാൽ തണുപ്പ് കിട്ടുമല്ലോ, മറ്റേത് ചൂടല്ലേ. അപ്പോൾ ഇതിങ്ങനെ തണലിൽ വെള്ളം ഒഴിക്കുകയും ആ ചെടിയുടെ ആ ഒരു ഇത് ഇവിടെ ആകുമ്പോഴത്തേക്ക് അവന് നന്നായിട്ട് നല്ല ആവശ്യം തണുപ്പ് കിട്ടും. അവനതിൽ കിടക്കാൻ ഇഷ്ടമാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊന്ന് കിടക്കും. ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിങ്ങനെ, ഇത് ഞാനുണ്ടോ ഒരു പയർ കിട്ടിയിട്ട് ഞാനിങ്ങനെ തൂക്കി ഒരു പരീക്ഷണത്തിന് വേണ്ടി വെച്ചതാണ്. ഇതിങ്ങനെ വെച്ചാൽ നമ്മുടെ ഡിഷ് വാഷിൻ്റെ ബോട്ടിലിനെ മുറിച്ചിട്ട് അതിനകത്ത് പയർ വിത്തിട്ട് മുളപ്പിച്ചതാണ്. തൈയല്ല, വിത്തിട്ട് ഞാൻ തന്നെ മുളപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പടർത്തി വിടുക, ഇതിങ്ങനെ കയറി ഇവിടം വരെ പോയിട്ട് നമ്മുടെ താഴത്തെ ഫ്ലോറുണ്ട് അവിടം വരെ പോയി അതിങ്ങനെ പയറായിട്ട് ഇങ്ങനെ തന്നെ തൂങ്ങിക്കിടക്കുമല്ലോ. ഇങ്ങനെ തന്നെ പയർ തൂങ്ങിക്കിടന്നാൽ നമുക്ക് പറിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു നിഗമനത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ഇതൊന്ന് നന്നായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയല്ല. അങ്ങനെ ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അങ്ങനെ 2 വെച്ചിട്ടുണ്ട്. അമരയും അങ്ങനെ വെച്ചിട്ടുണ്ട്. അമരപ്പയറും നമുക്കിതിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നതിൽ തന്നെ ഇങ്ങനെ കയറിപ്പോകുമല്ലോ. ക്ലൈംബ് ചെയ്ത് പോയിട്ട് അതിൽ കായ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കാം. ഓക്കെ.